നമസ്കാരം. യമനിലെ ഹൂതി വിമതകർ നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും ഇറാനെ ഉത്തരവാദിയാക്കുകയാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി എന്ന് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയായിരുന്നു ട്രംപിന്റെ ഈ ഭീഷണി തന്നെ നടത്തുന്നത്. ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തലയിൽ വെച്ച് നിങ്ങൾക്ക് തന്നെ അത് എതിരായി മാറ്റുമെന്ന് പറയുന്നു. യമൻ ജനത വെറുക്കുന്ന ഹൂതികൾ നടത്തുന്ന നൂറുകണക്കിന് ആക്രമണങ്ങൾ ഇറാനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നാണ് ഇപ്പോൾ ട്രംപിന്റെ കണ്ടുപിടുത്തം. അവരെ ഇറാനാണ് സൃഷ്ടിക്കുന്നതെന്നാണ് ട്രംപ് ആരോപിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഹൂതികളുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു ആക്രമണത്തെയും ശക്തമായി നേരിടുമെന്ന് പറഞ്ഞ് ട്രംപ് അവിടെ ആക്രമണം അവസാനിക്കുകയും യാതൊരു ഉറപ്പുമില്ലെന്നും വ്യക്തമാക്കി. ഹൂതികൾ തൊടുത്തുവിടുന്ന ഓരോ വെടിയുണ്ടയും ഇനി മുതൽ ഇറാന്റെ ആയുധങ്ങളിൽ നിന്നും നേതൃത്വത്തിൽ നിന്നുമുള്ള വെടിവെപ്പായി തന്നെ കണക്കാക്കുമെന്ന് പറയുന്നു. ഇറാനാണ് ഇവിടെ ഇതിന്റെ ഉത്തരവാദി. അനന്തര ഫലങ്ങൾ തന്നെ അവർ അനുഭവിക്കുകയും തന്നെ ചെയ്യുമെന്ന് പറയാം. പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരിക്കുമെന്നും പറയണം. ട്രംപ് പോസ്റ്റിൽ കുറിച്ച വാക്കുകളാണ് ഇവ. ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ പുനരാരംഭിച്ചതിലും ഫലസ്തീനിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ തടഞ്ഞതിലും പ്രതിഷേധിച്ചാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം പുനരാരംഭിച്ചത്. ഹൂതികൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കാൻ ട്രംപ് മുൻപും ഇറാനിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെങ്കിലും പുതിയ ഭീഷണി ഇറാനെതിരെ US സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് സൂചന നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഇറാനുമായി ആണവ കരാറിൽ ചർച്ച നടത്താൻ താൻ ആഗ്രഹിക്കുന്നതായി തന്നെ ട്രംപ് പറഞ്ഞിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാംനെഈ താൻ കത്തയച്ചതായി തന്നെ വ്യക്തമാക്കി. ട്രംപ് ഇറാനെ കൈകാര്യം ചെയ്യാനുള്ള പ്രധാന വഴിയാണ് ആണവ കരാർ എന്ന് പറയുകയുണ്ടായി. എന്നാൽ അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ ഇറാൻ ഖാംനെഈ അവർ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടു. ഇതിൽ പ്രകോപിതനായ ട്രംപ് ഇറാനെ സൈനികപരമായി നേരിടുമെന്നും വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടെ US സേന 47 വ്യോമാക്രമണങ്ങളാണ് യമനിൽ നടത്തിയത്. ആക്രമണത്തിൽ 7 യമൻ പ്രവിശ്യകളിലായി 53 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ തലസ്ഥാനമായ സനയിലും അതുപോലെ തന്നെ അമേരിക്ക ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ട്രംപ് ഇപ്പോൾ ഇറാനിലേക്ക് തിരിയുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇസ്രായേൽ തന്നെ ഗാസയിലെ ഉപരോധത്തിനെതിരെ ചെങ്കടലിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകളിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് യമനിലെ ഹൂതികൾക്കും ഇതുപോലെ തന്നെ വലിയ തോതിലുള്ള ആക്രമണം പരമ്പരകളാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഴിച്ചുവിട്ടിരിക്കുകയെന്ന് പറയുന്നു. ഇതുപോലെ തന്നെ അമേരിക്കയുടെ ആക്രമണങ്ങളിൽ യമൻ തലസ്ഥാനമായ സനയിലും വടക്കൻ പ്രവിശ്യയിലും സാദയിലും ഒക്കെ തന്നെ കുറഞ്ഞത് 24 പേർ കൊല്ലപ്പെട്ടതായി ഹൂതികളുമായി ബന്ധപ്പെട്ട അൽ മസീറ TV അടക്കം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒന്നും അവസാനിക്കുന്നില്ല എന്നും എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും പറയുന്നു. ചെങ്കടലിലെ തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയ ഹൂതി വിമതർ കനത്ത തിരിച്ചടി നൽകി അമേരിക്ക എത്തിയിരിക്കുകയാണ്. യമനിൽ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിൽ തിരിച്ചടിയായിട്ടാണ് ഹൂതികൾ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ അയച്ച എല്ലാ ഡ്രോണുകളും തകർത്തതായും കപ്പലുകൾക്ക് ഒരു പോറൽ പോലും ഏറിയില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി.